ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. എന്റെ മോള് 3.5 year ആണ്. അപ്പൊ അവൾക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ, വീട്ടിനകത്ത് ഫുൾ ആക്റ്റീവ് ആണ് ആള്, പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഷൈ ആണ്. കുട്ടികളെയും എല്ലാരെയും തന്നെ മൊത്തത്തിലൊരു പേടിയാണ് ഇടപഴകാന്. അപ്പോ ഞാനത് ഇഗ്നോർ ചെയ്യാണോ വേണ്ടത്, അല്ലെങ്കിൽ അതിനെ എന്തെങ്കിലും ചെയ്യണോന്ന് എനിക്കിങ്ങനെ ഒരു കൺഫ്യൂഷൻ. ഒന്നും ചെയ്യണ്ട, ചെറിയ കുട്ടിയല്ലേ, 3.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ആ കുട്ടി ജീവിച്ചോട്ടെ, അതിന് മേലെ പ്രഷറൊന്നും കൊടുക്കാൻ നിൽക്കണ്ട. ആ കുട്ടിക്ക് എന്താ ഇഷ്ടമുള്ളത് ചെയ്യുക. അത് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ സംസാരിക്കാത്ത വ്യക്തിയാണ്. ഞാൻ ഇവിടെ സംസാരിക്കും, നിങ്ങളായിട്ടൊക്കെ സംസാരിക്കും, പക്ഷെ ഞാൻ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ വളരെ ഒന്നാമത്തെ കൂട്ടത്തിൽ ഞാൻ പോകാറില്ല, എനിക്കിഷ്ടമില്ല. അതിന് കാരണം ഞാൻ മീറ്റിങ്സ് ഇപ്പോൾ എന്നെ വളരെയധികം അടുത്തറിയുന്നവർക്ക് അറിയാം. ഞാൻ ഒരിക്കലും ഒരു മീറ്റിങ്ങിൽ പോവുക, പങ്കെടുക്കുക, അല്ലെങ്കിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക, അപ്പോയിൻമെൻറ്റിൽ ഒന്നും ഞാൻ ഉണ്ടാവില്ല. എൻ്റെ സ്റ്റുഡൻസ് 99% സ്റ്റുഡൻസിനെ നേരിട്ട് കണ്ടിട്ടില്ല. കാരണം ഒക്കെ ഓൺലൈനിൽ ഞാൻ ചെയ്യാറുള്ളൂ. കാരണം ഞാൻ ഇതിലാണ് കംഫർട്ടബിൾ. എനിക്ക് കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ അതേ സമയത്ത് ഞാൻ സെഷൻസോ ട്രെയിനിങ്സോ സെമിനാർസ് ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും. അല്ലാതെ വെറുതെ എനിക്ക് തീരെ ഇഷ്ടമില്ല. ഒരു കല്യാണങ്ങളിൽ പോവോ, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോവോ, അല്ലെങ്കിൽ വെറുതെ സ്വറ പറഞ്ഞിരിക്കാൻ, അതിനൊന്നും എന്നെ കിട്ടിയില്ല. കാരണം ഞാൻ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതേപോലെ തന്നെ അത് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ബാക്കോട്ടല്ല കേട്ടോ, അതും വിചാരിക്കാം. ഞാൻ ഇൻട്രോവേർട്ടാണ്, ഞാൻ പക്ക ഇൻട്രോവേർട്ടാണ്. ഞാൻ എല്ലാവരോടും പറയും പക്ക ഇൻട്രോവേർട്ടാണ് ഞാൻ. പക്ഷെ അത് വിചാരിച്ച് നമ്മൾ തോൽക്കാൻ പോകില്ല. ജീവിതത്തിൽ ഈ ഇൻട്രോവേർട്സിന് പ്രത്യേകത ഉണ്ട്, അവർ ഒരുപാട് നന്നായിട്ട് കേൾക്കുന്ന വ്യക്തികളാണ്. ഇൻട്രോവേർട്സിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരെന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ചെയ്ത് തീർക്കും അവർ. എക്സ്ട്രോവേർട്സിന് വേറെ പ്രത്യേകത ഉണ്ട്. എക്സ്ട്രോവേർട്സും നല്ലതാണ്, ഇൻട്രോവേർട്സും നല്ലതാണ്. രണ്ടും ബ്ലെസ്ഡ് ആണ്, രണ്ടും നല്ലത് തന്നെ. നമ്മൾ ഒരിക്കലും എക്സ്ട്രോവേർട്ട് ആവണം. അതായത് എനിക്കിത് ഒരു പ്രോബ്ലം അല്ല, ഒരു ഇടയ്ക്കൊരു പ്രഷർ പോലെ ഫീൽ ചെയ്യുന്ന വെച്ചാല്, ചുറ്റിലും കാണുന്ന മോസ്റ്റ് ഓഫ് ദ കുട്ടികളും, ഇവളുടെ അതേ ഏജുള്ള കുട്ടികളും കമ്പയർ ചെയ്യുമ്പോൾ ഇവള് ഭയങ്കര ഡിഫറെന്റ് ആണ്. നിങ്ങൾ ഒരു വാക്ക് ഇപ്പൊ ഉപയോഗിച്ചു, അത് തീരെ ഉപയോഗിക്കാൻ പാടില്ല. എന്തായിരുന്നു എന്താണ് നിങ്ങളൊരു വാക്ക് ഇപ്പൊ ഉപയോഗിച്ചു, അത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ്. മറ്റു കുട്ടികൾ എന്നുള്ളതാണോ? അല്ലല്ല, നിങ്ങൾ കമ്പയർ ചെയ്തു നിങ്ങളെ മക്കളെ. ഓ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നിങ്ങളെ മക്കള് നിങ്ങൾ വേറെ ആരായിട്ടും കമ്പയർ, നിങ്ങളെ മക്കൾ തന്നെയാണ്. അവരെ തന്നെ അവരോട് കമ്പയർ ചെയ്യാം. അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ഈ തോന്നൽ വരാനുള്ള കാരണം, നിങ്ങൾ ആ കുട്ടീനെ വേറെ അതേ കുട്ടീൻ്റെ പ്രായമുള്ള മറ്റേ കുട്ടികളായിട്ട് കമ്പയർ ചെയ്ത കാരണം നിങ്ങൾക്ക് ഈ തോന്നൽ വരുന്നത്. അതായത് എന്റെ മുമ്പിൽ വെച്ചിട്ട് മുതിർന്നവരും ഇങ്ങനെ കമ്പയർ ചെയ്ത് സംസാരിക്കും. അത് നോക്കണ്ട, മുതിർന്നവരും മറ്റുള്ളവരും പറഞ്ഞു നോക്കണ്ട. ആ കുട്ടിക്ക് എന്താണ് ഇഷ്ടം അത് മാത്രം ആ കുട്ടി ചെയ്തോട്ടെ, അതിന് യാതൊരു കുഴപ്പമില്ല, അതിൽ യാതൊരു വിഷമം തോന്നണ്ട. കമ്പയർ ചെയ്യേണ്ട. കമ്പാരിസൺ വരുമ്പോഴാണ് അവിടെ കംപ്ലയിൻസ് വരില്ല. കമ്പാരിസൺ വരുമ്പോഴാണ് കംപ്ലയിൻസ് വരുന്നത്. അപ്പൊ കംപ്ലയിൻസ് വരാതിരിക്കുക. കംപ്ലയിൻസ് നിങ്ങൾ ചിലപ്പോൾ മുതിർന്നവർ പറഞ്ഞ എന്താ മോൾ ഇങ്ങനെ ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. ആ കുട്ടി വളർന്നോട്ടെ, ആ കുട്ടി വളർന്ന എങ്ങനെയാണ് കുട്ടിക്ക് വളരുന്നത് അങ്ങനെ വളരട്ടെ. അതിന് യാതൊരു പ്രഷറും കൊടുക്കണ്ട, മനസ്സിലാവണ്ട. ആ കുട്ടി ഇൻട്രോവേർട്ടാണ്, ഇൻട്രോവേർട്ട് ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ഇൻട്രോവേർട്ടിനെ കൊണ്ടുപോയി നിങ്ങൾ എക്സ്ട്രോവേർട്ട് ആക്കണ്ട. ഞാൻ അവിടെ ഒരു നെഗറ്റീവ് വേർഡ് ഉപയോഗിക്കണ്ട, ഞാൻ ഉപയോഗിക്കാത്തൊരു വേർഡാണ് ട്രൈ എന്നുള്ള. അപ്പോൾ പക്ഷേ ഇവിടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്ന് യൂസ് ചെയ്യുന്ന ട്രൈ എന്നുള്ള വേർഡ്. Never try to make a chicken an eagle. And never try to make an eagle a chicken. അവൻ പോണില്ല, മനസ്സിലാണ്ട. അപ്പൊ ഈ കുട്ടി ഏത് നിലയിലാണ് ഉള്ളത്, ഏത് പേഴ്സണാലിറ്റി ആ കുട്ടിക്കുള്ളത്, ആ കുട്ടി അതിൽ വളരട്ടെ. ഞാൻ ഒരുപാട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. APJ അബ്ദുൽ കലാം ഇൻട്രോവേർട്ട് ആണ്. ഓക്കെ. നമ്പർ 2 മൻമോഹൻ സിംഗ് ഇൻട്രോവേർട്ട് ആണ്. പിന്നെ നമ്മൾ വാജ്പേയി ജി ഇൻട്രോവേർട്ട് ആണ്. ഒരുപാട് ആൾക്കാർ ഇൻട്രോവേർട്സ്. ഈവൻ ഫിലിം ആക്ടേഴ്സ് ഉണ്ട്, എനിക്കറിയാവുന്ന ഫിലിം ആക്ടേഴ്സ്, അവർ ഇൻട്രോവേർട്സ് ആണ്. അവർ ക്യാമറ മുമ്പിൽ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതേ സമയത്ത് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ അവർ വളരെ സൈലന്റ്. ഏറ്റവും കൂടുതൽ അവർ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, വളരെ ഒറ്റക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ. അപ്പം ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും നോക്കണ്ട. കുട്ടികൾ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളെ കുട്ടി എങ്ങനെയാണോ അങ്ങനെ തന്നെ ആ കുട്ടി പോട്ടെ. ആ കുട്ടീനെ ഒരു പ്രഷർ. ബാക്കി എല്ലാ കാര്യത്തിലും ഉഷാറാണ്. വീട്ടിന്റെ അകത്തിരുന്ന് എന്താ പറയാ, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനും ഭയങ്കര ഡിസിപ്ലിൻഡ് ഒക്കെയാണ്. മീൻസ് ഈ ഏജിലും
ആണ് എല്ലാത്തിലും സി ഒരു ഇതും കൂടെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു കോട്ട് ഉണ്ട്, കറക്റ്റായിട്ട് ഓർമ്മയില്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞുതരാം. when you dig for dirt you will find dirt in a person. When you dig for dirt you will find dirt in a person, and if you dig for gold you will find the gold in the dirt. അതായത് നിങ്ങൾ ചളിയിലെ അഴുക്കിനെ ആണ് ഒരു വ്യക്തിയിൽ നോക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിലെ അഴുക്കേ കാണുള്ളൂ. പക്ഷെ ഒരു വ്യക്തിയിൽ നിങ്ങൾ സ്വർണം കാണുന്നുണ്ടെങ്കിൽ, സ്വർണ്ണമാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നല്ല ക്വാളിറ്റി ആണ് സെർച്ച് ചെയ്യുന്ന, ആ വലിയ ചളിയിൽ നിങ്ങൾ ആ സ്വർണം നിങ്ങൾ കണ്ടെത്തും. മനസ്സിലാവുണ്ടോ? എനിക്കറിയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഒരുപാട് പോലീസ് കേസിലൊക്കെ പെട്ട വ്യക്തിയാണ്. പക്ഷെ ഞാൻ ആ വ്യക്തിനെ പരിചയപ്പെട്ടു ഏകദേശം 30-35 വർഷം മുമ്പത്തെ കഥ കേട്ടോ. ആ വ്യക്തിനെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ വ്യക്തിൻ്റെ കൂട്ടുകെട്ടുകാരനാണ് ഇയാൾ അങ്ങനെ ആയത്. പക്ഷെ ഇയാൾ ഉള്ളിൽ പച്ച പാവാണ്. ഒരു സാധാരണ ഒരു കുട്ടീൻ്റെ ആ ഒരു നിഷ്കളങ്കത ഉണ്ടല്ലോ, അതിലാണ്. പിന്നീട് ഈ വ്യക്തിന്റെ സ്റ്റുഡൻ്റായി 35 വർഷമായിട്ട് ഒപ്പമുള്ള വ്യക്തിയാണ്. മനസ്സിലാവുണ്ടോ? അതായത് നമ്മൾ ആ വ്യക്തിയിൽ എല്ലാവരും പറഞ്ഞ് ഇയാളെ എന്തിനാണ് കൊണ്ടുവരുന്നത് ഇതാന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതല്ല നോക്കിയത്. ഞാൻ നോക്കിയ ആ സ്വർണത്തിനെ നോക്കിയത്, അതിൻ്റെ ഉള്ളിൽ, ആ ചളീൻ്റെ ഉള്ളിൽ. ഓക്കെ, അയാൾ പിന്നെ ഫിലിം ആക്ടർ, ഈ പറഞ്ഞ വ്യക്തി പിന്നെ ഫിലിം ആക്ടറായി. ഒരുപാട് മാറ്റങ്ങൾ വന്നു ജീവിതത്തിൽ തന്നെ. അപ്പോൾ മനസ്സിലാക്കുക, വെൻ യു സ്റ്റാർട്ട് ലുക്കിംഗ് ഫോർ ഗോൾഡ് യു വിൽ ഫൈൻഡ് ദ ഗോൾഡ് ഇൻ ദ ഡർട്ട്. നിങ്ങൾ മക്കളിൽ സ്വർണത്തിന് നോക്കുക, ആ മക്കളിലുള്ള വീക്ക്നെസ് നോക്കാതിരിക്കുക, ആ കുട്ടീനെ മറ്റു കുട്ടികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. Happy? Thank you. You're most welcome. Next please.